Origins Cock, Marty Supreme. സ്പോർട്സ് കോമഡി ഡ്രാമ. ലാസ്റ്റ് ഇയർ 25 ഡിസംബറിന് അമേരിക്കയിൽ റിലീസായിട്ടുള്ള സിനിമയാണ് യുഎസിൽ. അതിന് മുൻപേ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചിട്ടുള്ളതാണ്. 89th അക്കാഡമി അവാർഡ്സിൽ 9 നോമിനേഷൻസ്, എവ്വളോ 9 നോമിനേഷൻസ്. അപ്പോൾ പടത്തിൻ്റെ റേഞ്ച് മനസ്സിലായല്ലോ. അതിൽ തന്നെ ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ. ഇതിൽ ടിമോത്തി ഷലാമയുടെ ക്രേസി പെർഫോമൻസ്, അതിൻ്റെ ഇൻസെയിൻ പെർഫോമൻസ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മാർട്ടി മൗസർ എന്ന് പറയുന്ന ഒരു ടേബിൾ ടെന്നീസ് പ്ലെയർ. ഇത് അമേരിക്കയിലെ ലെജൻഡറി ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള മാർട്ടി റൈസ്മാൻ. അദ്ദേഹത്തിൻ്റെ ബയോപിക് ഒന്നുമല്ല, ആ ക്യാരക്ടറിനെ ആളെ ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1950s ന്യൂയോർക്ക്. അപ്പോൾ ആ ഒരു പീരീഡ് ഒരു ക്രേസി ചങ്ങായി ഇതിലെ ക്യാരക്ടർ ഈ മാർട്ടി മൗസർ എന്ന് പറയുന്നത്. അതായത് ഒരു വല്ലാത്ത ജാതി. അതായത് ഈ ടേബിൾ ടെന്നീസിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒബ്സഷൻ, അതിൽ കംപ്ലീറ്റ്ലി എഫേർട്ട് ഇടുന്ന ഒരാൾ. അതോടൊപ്പം തന്നെ ഒരു റസ്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഭയങ്കരമായിട്ട് ഈ സിനിമ തന്നെ അങ്ങനത്തെ ഒരു ഇൻസൈൻ സിനിമയാണ്. ഇത് എ സർട്ടിഫൈഡ് ആണ്. ഇത് ലോട്ട്സ് ഓഫ് ഇൻറ്റിമേറ്റ് സീൻസ്, ലോട്ട്സ് ഓഫ് എഫ് വേർഡ്സ്, കസ് വേർഡ്സ്, പിന്നെ അങ്ങനെ പല പരിപാടിയുണ്ട്. തുറന്നാലും തെറി പറയുക. പിന്നെ ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ്, പക്ഷെ ഭയങ്കര ക്ലാസ്സുമാണ്. അങ്ങനെയാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ത്രൂ ഔട്ട് അതിൽ കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ഹാപ്പനിങ്സ് ഉണ്ട്, കുറേ ഇൻസിഡൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക രസത്തിൽ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡ് ഇതിൽ അമേരിക്ക, ലണ്ടൻ, ജപ്പാനാണ്. ജപ്പാനിലുള്ള ഒരു ടേബിൾ ടെന്നീസ് പ്ലെയറുമായിട്ടുള്ള മാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഒരു സ്പോർട്സ് സിനിമ, ടിപ്പിക്കൽ സ്പോർട്സ് അങ്ങനത്തെ സാധനമല്ല. അതായത് പിന്നെ അതിനുവേണ്ടി സ്പോർട്സിന് വേണ്ടി ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് അതിലേക്ക് പോയി കുറേ തോൽവി അവസാനം ജയിച്ച് ആ ഒരു സാധനമല്ല. ആ ഒരു ക്ലീഷിയ സാധനമേ അല്ല. ഇത് ഇയാളുടെ ലൈഫാണ്. ഈ പറയുന്ന മാർട്ടി എന്ന് പറയുന്ന മാർട്ടി മൗസറുടെ ലൈഫാണ്. അയാൾ കാണിക്കുന്ന ക്രേസിനെസ്സും അയാളുടെ ഈ ഓവർ ആംബിഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൽ വേറെയും കുറേ ക്രിട്ടിക്കൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാം ഒരുമാതിരി പിടുത്തം വിട്ട ക്യാരക്ടേഴ്സാണ്. വിനത് പാൽട്രെ, പെപ്പർ പോട്ട്സ്, അവരുടെ പ്രായത്തിന് പറ്റിയ ക്യാരക്ടറാണ്. ഒരു പ്രായമുള്ള സ്ത്രീ, ഒരു നാടക നടി. അപ്പോൾ അതായത് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലെ നാടകം പരിപാടി എല്ലാം ഉണ്ട്. അപ്പോൾ അവരെങ്ങനെ ഭയങ്കര പോമ്പസ് ആയിട്ടുള്ള ലേഡി, റിച്ച് ലേഡി. ഭർത്താവ് ഭൂലോക റിച്ച്, കെവിൻ ഒലിയറി ചെയ്ത കഥാപാത്രം, ഒരു കളവൻ. അയാളും വട്ടനാണ്. അയാൾ ഭയങ്കര ബിസിനസ് മാഗ്നറ്റാണ്, വട്ടനമാണ്. അപ്പോൾ അയാൾ പിന്നെ ഷെലാമയുടെ കുണ്ടിക്കടി കേസിട്ടുണ്ട് പാഡൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വൈൽഡായിട്ട് പോയിക്കൊണ്ടിരിക്കുക സിനിമ. മുടാസ് ഹസൈൻ ചെയ്ത കഥാപാത്രം, അവരിതിൽ ഇയാളുടെ മാർട്ടിയുടെ സെറ്റപ്പാണ്. അപ്പോൾ അവർ ഭീകരമായിട്ട് ഒരു ഇതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആവുക ചെയ്യുന്നു. ഈ സിനിമയുടെ തുടക്കം തന്നെ ഭയങ്കര രസമാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറേ ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ട്, ലോട്ട്സ് ഓഫ് പ്ലക്കിങ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി, ഇങ്ങനത്തെ ഒരു വീട് ചങ്ങായിയാണ്. ആബൽ ഫറാറ ചെയ്ത വേറൊരു ക്യാരക്ടർ, ഒരു കളവൻ. അപ്പോൾ പുള്ളി ഇതുപോലെ ഒരു ഡോഗിൻ്റെ പുറകെ പോവാം. അപ്പോൾ പുള്ളി ഭയങ്കര ക്രേസി. അങ്ങനെ കുറേ ഒരു കയോട്ടിക്കായിട്ടുള്ള കുറേ സീൻസുള്ള സിറ്റുവേഷൻസുള്ള അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് മാർട്ടി സുപ്രീം. ടെക്നിക്കലി ഓൾസോ ടോപ്പ് നോച്ചാണ്. അതായത് ആ ഒരു കാലഘട്ടം നമുക്ക് ഫീൽ ചെയ്യും, ആ പീരീഡ് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിൽ സിനിമാറ്റോഗ്രാഫി ആയി കഴിഞ്ഞാലും ഇതിൻ്റെ ഗ്രേഡിങ് ആയി കഴിഞ്ഞാലും പിന്നെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ തന്നെ. എസ്പെഷ്യലി ഈ ടേബിൾ ടെന്നീസ് മാച്ച് നടക്കുന്ന സമയത്തുള്ള ക്യാമറ മൂവ്മെൻറ്റ്സും ആ സമയത്തുള്ള കട്ട്സും പരിപാടിയും പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ കാണുമ്പോൾ ഉണ്ടാവും. അപ്പോഴും യൂസ് ചെയ്തിട്ടില്ല, സ്കോർ യൂസ് ചെയ്തിട്ടില്ല. അതായത് ആളുകൾ കൈയടിക്കുന്ന ആളുകളുടെ ഇൻവോൾവ്മെൻറ്റും ഇത് കാണുന്ന സമയത്ത്, എന്നിട്ട് സ്കോർ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് കൊടുത്തിട്ട്, അതും സ്കോറിങ്ങും ഇതുപോലെ തന്നെ ആ ഒരു ക്ലാസിക് പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത് സ്കോറിങ്ങിൽ. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെയൊക്കെ അപ്പുറം നിൽക്കുന്ന പെർഫോമൻസസാണ്. എല്ലാവരും മത്സരിച്ച് പെർഫോമൻസ്. അതിൽ തന്നെ ടിമോത്തി ഷലാമെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അതായത് ആ ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിച്ചങ്ങ് കാണിച്ച് ഒരുമാതിരി ക്യാരക്ടർ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ അക്കാഡമി അവാർഡ്സിൽ വൻ കോമ്പറ്റീഷൻ നടക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സാഫ്റ്റി ബ്രദേഴ്സിലെ ജോഷ് സാഫ്റ്റി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മാർട്ടി സുപ്രീം.